ഓ, എമ്പുരാനെ പറ്റിയാണോ? ആ, അതായത് ഒരു പഴുത്ത കുറേ മാമ്പഴമുള്ളൊരു മരത്തിലെ കല്ലെറിയത്തുള്ളൂ. പഴങ്ങളില്ലാത്തൊരു മരത്തിൽ കല്ലെറിയോ? എറിയത്തില്ല. നല്ല പടം. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ സിനിമയിലുള്ളവർ തന്നെ ഈ പടം കൊള്ളില്ല, ആ പടം കൊള്ളില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം എത്ര പേർക്ക് ജോലി കിട്ടുന്നതാണ്. ഒരു പടം എന്ന് പറഞ്ഞ 10,000 പേരുകൾക്ക്, 1000കണക്കിന് ജനങ്ങൾക്ക് ജോലി കിട്ടുകയാണ്. എത്ര ടെക്നീഷ്യൻസും എത്ര പേര് വർക്ക് ചെയ്യുന്നതാണ്. ഒരു നിമിഷം കൊണ്ട് കൊള്ളില്ല എന്ന് പറയുന്നത് വലിയ വലിയ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. നല്ല പടമാണ്. വാസ്തവത്തിൽ പൃഥ്വിരാജ് വന്ന് അടുത്തത് ഒരു ഇംഗ്ലീഷ് പടം തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. ആ പടത്തിൻ്റെ ഓരോ ഷോട്ടും എല്ലാം നല്ല പടം. അതായത് US-ലും അവിടെ ഇവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ പടം. പക്ഷേ ഈ ആൾക്കാർ പറയുന്തോറും ആ പടത്തിന് ഫ്രീ പബ്ലിസിറ്റിയാണ്, ഫ്രീ ആയിട്ട് പബ്ലിസിറ്റിയാണ്. ആൾക്കാർ എത്രത്തോളം ആ പടത്തിനെ പറ്റി കൊള്ളില്ല, അയ്യോ ആ ഷോട്ട് കൊള്ളില്ല, ഇത് കൊള്ളില്ലെന്ന് പറയുമ്പോൾ അവർക്ക് പബ്ലിസിറ്റിയാണിത്. എന്ത് നല്ല പടമാണ്. എങ്ങനെ പറയാൻ, ഒരിക്കലും പറയാൻ പാടില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് 4 കൊല്ലങ്ങളോളം പല സ്ഥലങ്ങളിലും പോയി എടുത്തൊരു പടമാണ്. വേറെ ഒരു ചിന്തയില്ലാതെ പൃഥ്വിരാജ് എടുത്തൊരു പടമാണ് ആ പടം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓരോ ഷോട്ടും അതങ്ങനെ ചെതുക്കി ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത പോലെയാണ് ഓരോ ഷോട്ട് എടുത്തിരിക്കുന്നത്. പടത്തിനെ പറ്റി എനിക്ക് അത്രയേ പറയാനുള്ളൂ. അതാണ് ആ പടത്തിൻ്റെ പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ അയ്യോ നമ്മൾ ആദ്യം കാണാതിരുന്നല്ലോ ആ പടം. ഇത് നടന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? ആ ഗർഭിണി പെണ്ണിനെ പറ്റിയൊക്കെ നടന്ന കാര്യങ്ങളല്ലേ? അതല്ലേ പിന്നെ അവരെടുത്തത്. എല്ലാം നടന്ന കാര്യങ്ങൾ എന്തെല്ലാം എടുക്കുന്നു അവർ. അല്ല പറയട്ടെ, മലയാളത്തിൽ ഇത്രയും വലിയൊരു പടം വന്നതിനെ നമ്മളാൽ അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ കുറ്റം തെറ്റുകളൊക്കെ എല്ലാ പടത്തിലും. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പടമല്ലേ എനിക്ക് ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ഇഷ്ടപ്പെടുന്ന പടമല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്ക് യാതൊരു ഇതില്ലാതെ ഞാൻ പറയാണ്, എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടു. നല്ല ടേക്കിങ്സാണ്. ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന പോലെ ഉണ്ട് ആ പടം കാണുമ്പോൾ. ഞാൻ പറയട്ടെ, എൻ്റെ കാലം പറയണ്ട. അന്ന് വന്ന് പുട്ടും പഴവും കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വന്ന് ബർഗർ കഴിക്കുന്ന കാലമാണ്. പെട്ടെന്ന് ഓടിപ്പോയി കടയിൽ പോയി പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എല്ലാം വളരെ വേഗം വേണം എല്ലാവർക്കും. അപ്പോൾ ഞാൻ തന്നെ അന്ന് ഓയിൽ പെയിൻറ്റ് ചെയ്തു. ഇന്ന് വന്ന് അക്രലിക്ക് വെച്ചാൽ വേഗം ഉണങ്ങണമെന്ന് വെച്ച് ചെയ്യുന്നതാണ്. കാലം മാറുമ്പോൾ എല്ലാം മാറും. മാറാത്തത് ഒന്ന് കാലം മാറ്റം മാത്രമേ ഉള്ളൂ മാറാത്തത്.